എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് വീഡിയോ ആണ്. നിങ്ങളത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, കുറേ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ പൈസ വേസ്റ്റ് ആവും. ഇതിലുള്ള ചതികളെ കുറിച്ചിട്ടും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യരുതെന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക്കലി പറയാം. ഒന്ന്, നിങ്ങൾ ഒരുപാട് പേര് ഫേസ്ബുക്കിൻ്റെ ലൈക്ക് കൂടാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാറുണ്ട്. നമ്മൾ ഫേസ്ബുക്കിൻ്റെ ലൈക്ക് കൂടാൻ വേണ്ടി ഫേസ്ബുക്കിൽ തന്നെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലൈക്ക് കൂടാൻ വേണ്ടിയിട്ട് ചില ഏജൻസിക്കാരുടെ അടുത്ത് ചെയ്യും. ചില ഏജൻസിക്കാർ പറയും ഇത്രയും പൈസ തന്നാൽ ഇത്രയും ലൈക്ക് തരാം, ഇങ്ങനെ തന്നാൽ ഇത്രയും ലൈക്ക് തരാം. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ലൈക്ക് കൂടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബെനിഫിറ്റ് ഇല്ല. വളരെ ഫ്രാങ്ക്ലി പറഞ്ഞാൽ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു എൻക്വയറി വരികയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ കൂടുതൽ ലൈക്ക് കിട്ടുകയോ കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു രൂപ പോലും മുടക്കരുത് നിങ്ങളുടെ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പെയ്ഡ് ലൈക്ക് കിട്ടാൻ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു രീതിയിലും ബെനിഫിറ്റ് ഇല്ല. ചിലർ പറയും നിങ്ങൾക്ക് 5000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇത്രയും ലൈക്ക് കിട്ടും. ഇതുകൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്കത് നിങ്ങളുടെ ബിസിനസ്സിനോ നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറി കിട്ടാനോ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കിട്ടാനോ ഇത് വരില്ല. നിങ്ങൾ ചെയ്യരുത്. ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ മുടക്കരുത്. ഫേസ്ബുക്കിലായാലും ശരി, ഇൻസ്റ്റാഗ്രാമിലായാലും ശരി, നിങ്ങൾ പൈസ മുടക്കി ലൈക്കിന് കൊണ്ടുവരരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നിങ്ങൾ യൂട്യൂബിലെ സബ്സ്ക്രൈബർ കിട്ടാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കും. ചിലർ പറയും ഇത്ര പൈസ തന്നാൽ ഞങ്ങൾ സബ്സ്ക്രൈബർ തരാം. നിങ്ങൾ ചെയ്യരുത്. നിങ്ങളിപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സബ്സ്ക്രൈബറെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ വീഡിയോ ഇട്ട് ആ സബ്സ്ക്രൈബർ തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പോൾ നിങ്ങൾ വെറുതെ പൈസ വേസ്റ്റ് ചെയ്യരുത്. സബ്സ്ക്രൈബറെ കിട്ടാനൊന്നും നിങ്ങൾ പൈസ മുടക്കരുത്. അതൊക്കെ അബ്സല്യൂട്ട്ലി റോങ് സ്ട്രാറ്റജിയാണ്. ഓക്കെ. അതേപോലെ തന്നെ ചിലവരുണ്ട് SEOയിൽ ഒരുപാട് പൈസ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യും. നിങ്ങൾ SEOയിലും ഒരുപാട് പൈസ കൊടുക്കരുത്. ഒരു ചെറിയ മിനിമം ബഡ്ജറ്റും നല്ല SEOൻ്റെ അടുത്തൊക്കെ വേണം നിങ്ങളത് ചെയ്യാൻ. അല്ലാണ്ട് നിങ്ങൾ SEOയിൽ പൈസ മുടക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ എൻക്വയറിയും ബിസിനസ്സൊന്നും വരില്ല. നിങ്ങൾക്ക് വലിയ വിഷൻ ഉണ്ട്, വലിയ പ്രൊജക്റ്റാണ്, വലിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ SEOയിൽ കൊണ്ടുപോയി പൈസ മുടക്കേണ്ടത്. ഓക്കെ. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് നല്ല നല്ല ആൾക്കാരുടെ അടുത്ത് വേണം ചെയ്യാൻ. അവരുടെ പ്രീവിയസ് റിസൾട്ടൊക്കെ നോക്കണം. അവരുടെ വെബ്സൈറ്റ് തന്നെ SEOയിൽ ടോപ്പിലുണ്ടോ എന്ന് നോക്കണം. അവരിതിന് മുന്നേ ആർക്കൊക്കെ ചെയ്തു കൊടുത്തു, അവർക്ക് അത് SEO വഴി അവർക്ക് എത്ര വിസിറ്ററെ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലയൻറ്റിനെ കിട്ടിയോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. അതേപോലെ കൊടുക്കുന്നതിന് മുന്നേ മറ്റ് ക്ലയൻറ്റുകാരുടെയൊക്കെ എന്താ പറയുക, ഗൂഗിൾ മൈ ബിസിനസ് അല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ് അല്ല, വെബ് മാസ്റ്റർ ടൂള്, സെർച്ച് കൺസോള്, ഇതൊക്കെ ചെക്ക് ചെയ്യണം. അത് അവർ ചെയ്തത് വഴി അവർക്ക് എന്തെങ്കിലും എൻക്വയറി കിട്ടിയോ ക്ലിക്കുകൾ കിട്ടിയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. വളരെ കെയർ ചെയ്ത് ചെയ്യണം. അതൊക്കെ പൈസ വേസ്റ്റ് ആവണതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് ചതികൾ നടക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ചിലർ പറയും ഞങ്ങൾ ഇത്ര പൈസ തന്നാൽ ഞങ്ങൾ ഇത്ര എൻക്വയറി തരാം. നിങ്ങളത് ചെയ്യരുത്. അതൊക്കെ നിങ്ങൾ ആ എൻക്വയറി കൊണ്ടൊന്നും നിങ്ങൾക്കൊരു ഗുണമില്ല. അതേപോലെ തന്നെ ചിലവർ ചെയ്യും, ഡേറ്റാബേസുകൾ വാങ്ങും പലവരുടെ അടുത്തും, ഒരു ഗുണമില്ല. ആ ഡേറ്റാബേസ് ഒന്നും വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യില്ല. അതൊന്നും അല്ല ഡിജിറ്റൽ സ്ട്രാറ്റജി. എൻ്റെ പല മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യാം, എന്താണ് ഡിജിറ്റൽ സ്ട്രാറ്റജി എന്നൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. ചിലവർ ചെയ്യും ഒരുപാട് പൈസ മുടക്കി ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. ചിലവർ ഇമെയിൽ ഡേറ്റാബേസ് വാങ്ങും. ചിലരുടെ അടുത്ത് 5 ലക്ഷം 50 ലക്ഷമൊക്കെ ഇമെയിൽ ഡേറ്റാബേസ് വാങ്ങിച്ചിട്ട് അതൊക്കെ തെറ്റാണ്. എങ്ങനെയാണ് ഇമെയിൽ അയക്കേണ്ടതെന്നുള്ളത് ഞാൻ പല ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒന്നും കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി കളയരുത്. ചിലവർ ചെയ്യും വീഡിയോസിൻ്റെ വ്യൂസ് കൂട്ടി തരാം. നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കൂട്ടി തരുമവർ. അങ്ങനെ വരുന്ന വീഡിയോയ്ക്കും ഗുണമില്ല. അതിനും നിങ്ങൾ പൈസ മുടക്കരുത്. ചിലവർ പറയും നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഇത്ര ട്രാഫിക് കൊണ്ടുവരാം. അത് ക്വാളിറ്റി ട്രാഫിക് ആയിരിക്കില്ല. എങ്ങനെയാണ് ക്വാളിറ്റി ട്രാഫിക് കൊണ്ടുവരാമെന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പല രീതിയിൽ ഇങ്ങനത്തെ കുറേ ചതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വളരെ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു കൺസൾട്ടൻ്റായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇപ്പം ഞാനായാലും ഒരുപാട് 1-to-1 കൺസൾട്ടിങ് കൊടുക്കുന്നതാണ് ബിസിനസ്സുകാർക്ക്. ഒരുപാട് ബിസിനസ് ഓണേഴ്സിന് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൺസൾട്ടിങ് കൊടുക്കുന്നതാണ്. കൺസൾട്ടൻ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ ചാനലിൽ ചെയ്യണം. നിങ്ങൾ ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ലൈക്ക് കൂടാനോ സബ്സ്ക്രൈബർ കൂടാനോ വ്യൂസ് കൂടാനോ
കുറേ ഇതൊന്നുമല്ല. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തത് ലീഡ് ജനറേറ്റ് ചെയ്യാനും, ക്വാളിറ്റി ലീഡ്, വെറുതെ ലീഡല്ല, ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യാനും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി അഡ്മിഷൻ എടുക്കാനും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ക്വാളിറ്റി എൻക്വയറിക്ക് ജനറേറ്റ് ചെയ്യാനാണ്. അതിന് ഒരുപാട് പലതരം മെത്തേഡുകളുണ്ട്, എഫക്റ്റീവ് മെത്തേഡുകളുണ്ട്, പ്രൂവൺ മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഞാനായിട്ടും കൺസൾട്ട് ചെയ്യാം. ഞാൻ അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൺസൾട്ടേഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരുടെ എന്തെങ്കിലും മാർക്കറ്റിംഗ് ഒന്നും കണ്ട് നിങ്ങളുടെ പൈസ ഒന്നും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു.